എസ്യൂരിൽ ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. വി എസിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്, സ്റ്റേബിളാണ്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ കഴിയട്ടെ വി എസിന്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ CPM നേതാക്കൾ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ CPM നേതാക്കൾ വി എസിനെ കാണാൻ വേണ്ടി എത്തുകയാണ്. മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കൾ വി എസിനെ കാണാൻ സമയം ചോദിക്കുന്നുമുണ്ട്. ഷഫീദ് റാവുത്തർ തുടർന്ന്. ഷഫീദ്, CM മടങ്ങിപ്പോവുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഹഷ്മി, CM ഇപ്പോൾ പട്ടം SUT ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഒരു ഹ്രസ്വ സന്ദർശനമായിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വി എസ് അച്യുതാനന്ദനെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അമരക്കാരനായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ പട്ടം SUT ആശുപത്രിയിൽ ഈ ഹൃദ്രോഗ സാധ്യതയെ തുടർന്ന് ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നത്. ശേഷം അദ്ദേഹത്തെ 48 മണിക്കൂർ നിരീക്ഷണത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് CPMൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്കെത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു. പിന്നാലെ CPയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അദ്ദേഹം വി എസിനെ കാണാൻ ഇവിടേക്കെത്തി. ഇന്നതാ മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ വി എസിനെ കാണാൻ എത്തി. വി എസിൻ്റെ മകൻ അരുൺകുമാറുമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ വി എസിനെ കണ്ട ശേഷം മടങ്ങിയ മുഖ്യമന്ത്രിയോട് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒരു പക്ഷേ പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വി എസിൻ്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ചുള്ള ചില കുറിപ്പുകൾ പുറത്തിറക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ആശ്വാസകരമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ വി എസിൻ്റെ ആരോഗ്യനില സ്റ്റേബിളാണ്. കാർഡിയാക് അറസ്റ്റ് എന്നുള്ളതിനെ വളരെ കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് അതിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2019 അദ്ദേഹം അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നത്. അത് വട്ടിയൂർക്കാവിലെ ആ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. ശേഷം തീർത്തും വി എസ് വീട്ടിലേക്ക് തന്നെ കഴിയുന്നൊരു സാഹചര്യമാണ്. 102 വയസ്സാണ് വി എസിന് ഉള്ളത്. 102 വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്തത്. സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഈ വയസ്സായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ മകൻ പറഞ്ഞതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കാരണമായിട്ടുള്ളത്. ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിന് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് 12 മണിക്ക് ശേഷം ഒരു റിവ്യൂ ഉണ്ട്. അതിനുശേഷം ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്നുള്ളതാണ് ആശുപത്രി അധികൃതരും വി എസിൻ്റെ മകനും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ. അസ് ഓഫ് നൗ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. വി എസ് സ്റ്റേബിളാണ്, ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല.